വോട്ട് ചെയ്തു. UDF ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമായി മാറുമെന്നാണ് അവരുടെ പ്രവചനം. ശശികണ്ഠൻ എന്താണ് അതിനെക്കുറിച്ച് ഒരു ഓരോരുത്തരും UDF ആണെങ്കിലും LDF ആണെങ്കിലും എല്ലാവരും സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ തങ്ങൾ ജയിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കാറുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരും അവകാശവാദം ഉന്നയിക്കും. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് ആരെങ്കിലും നേരെ പറഞ്ഞിട്ടുണ്ടോ? മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും സ്വതന്ത്രനാണെങ്കിൽ പോലും എന്തിനാണ് മത്സരിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇടതുപക്ഷം വിജയിക്കുമോ? നമ്മൾ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ഏറ്റവും സമർത്ഥനായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത്രയും കൂടുതൽ സമർത്ഥമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ വൈഭവമുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ സമീപകാലത്തുള്ള കുറേ നടപടികൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടുന്നത്. ചേട്ടാ, ജില്ലയിലത്തെ ഒരു കാര്യം പറയാം. ജില്ലയിൽ മൊത്തം CPM പല സ്ഥലത്തും വിഭാഗീയത വിമതരുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിലെ അതെ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാനൊരു വളരെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പരിസര പ്രദേശത്തുള്ള ഞങ്ങളുടെ ഈ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റും. മണ്ണാർക്കാട് 10 പേര്, കോട്ടപ്പാടത്ത് 3 പേര്, കാരാകുർശിയിലും കാഞ്ഞിരപ്പള്ളിയിലും ഓരോരുത്തര്, ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ UDF സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു മുന്നണി മണ്ണാർക്കാട് രൂപം കൊണ്ടു. അത് CPM ഉണ്ട്. അപ്പൊ അത് CPM-ന് തോൽപ്പിക്കാനെന്നുള്ള ഒരു ഭാവത്തിലാണ് അവർ മത്സരിക്കുന്നത്. ഇത്ര വലിയൊരു മാസ് അറ്റാക്കിങ് ഒരു വലിയ നേതാവിന് അല്ലെങ്കിൽ ഒരു CPM വലിയ നേതാവിന് സഹായമില്ലാതെ എങ്ങനെ സാധ്യമാവും? അതിപ്പോൾ മത്സരിച്ച അവിടെ നോമിനേഷൻ കൊടുത്ത ആളുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടില്ലല്ലോ. മണ്ണാർക്കാടിൻ്റെ പൊതുവായിട്ടുള്ള മേഖലയിലില്ല. അപ്പം ഞാൻ ഈ മേഖല ഇവിടെ നിൽക്കുന്നയാളാണ്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകാറുള്ളത് എന്നെ ക്ഷണിക്കുന്ന വല്ല പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകാറുള്ളത്. വേറൊരു കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ ഞാൻ മണ്ണാർക്കാട് മേഖലയിലേക്ക് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുനിന്നത്? തൊഴിലാളി യൂണിയൻ്റെ നേതാവ്, KTDCയുടെ ചെയർമാൻ, പ്രത്യേകിച്ചും ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെ ഒരു മാറി നിൽക്കൽ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അല്ല, മാറി നിൽക്കലല്ല. എന്നെ പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ ചുമതല നിർവഹിക്കുന്നുണ്ട്. എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രസ്ഥാനം എന്നെ ചുമതല നിർവഹിക്കാൻ ഏതെങ്കിലും ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിലൊരു വീഴ്ച വരുത്താറില്ല. മാത്രമല്ല അക്കാര്യത്തിലെല്ലാം വളരെ കർക്കശമായിട്ടൊരു നിലപാട് തന്നെ സമീപനം തന്നെ ഞാൻ പൊതുവെ സ്വീകരിക്കാറുണ്ടല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയത് എന്തുകൊണ്ട് ഇപ്രാവശ്യം പാർട്ടി അങ്ങനെ ചുമതല അങ്ങനെ മാറ്റി നിർത്തി എന്നുള്ളതാണ്? അല്ല, എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാകുന്നില്ല. പ്രായമായി കഴിയുമ്പോൾ സജീവമായ സാന്നിധ്യത്തിൽ നിന്ന് പല ആളുകളും മാറി നിൽക്കുന്നത് പോലെ പല കാരണങ്ങൾ കൊണ്ട് പലരും മാറി നിൽക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് പട്ടികയിലാണ് പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അപ്പം ഞാനില്ലാതെയും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കെൽപ്പ് അവിടുത്തെ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനില്ലാതെയും കഴിഞ്ഞ കുറേ കാലമായി മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയത്തിൽ, മണ്ണാർക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എൻ്റെ ഒരു സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സജീവമായ സാന്നിധ്യം ഇല്ലാതെ തന്നെ നിൽക്കാനുള്ള കെൽപ്പ് അവിടെയുള്ള പ്രസ്ഥാനം നേടിയെന്ന് വേണ്ടേ കരുതാൻ. അതൊരു നല്ല മുന്നേറ്റമാണോ? പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റമാണോ എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം കരിമ്പ, കാരാകുർശി, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ, തെങ്കര, ഈ 5 പഞ്ചായത്തുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസൂയാവഹമായ മുന്നേറ്റം ഉണ്ടായി. ഐ തിങ്ക് 11 സീറ്റ് CPMന് ലഭിക്കുകയുണ്ടായി. 11 സീറ്റിലും ആ മുന്നേറ്റമൊക്കെ അത്യാവേശകരമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നല്ല ഒരു മുന്നേറ്റം അടനല്ലൂരിലാണെങ്കിലും അതുപോലെ തന്നെ കോട്ടോപ്പാടത്തുമൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ആ മുന്നേറ്റമൊക്കെ തന്നെ നിലനിർത്താൻ എൻ്റെ സാന്നിധ്യമില്ലാതെയും സാധിക്കും എന്ന ഒരാത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ പാർട്ടി നിൽക്കുക. ആ ചോദ്യത്തിന് ഇപ്പോൾ ഞാനെങ്ങനെ ഉത്തരം കൊടുക്കുക? എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സാക്ഷിയുടെ സാന്നിധ്യം അസാന്നിധ്യം ഒരു അളവ് പോലെ ആവുക ഏതിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം? അതിൽ പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. കാരണം അത് പിന്നെ സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ണെന്ന് പറയുന്നത് നിങ്ങളൊക്കെ അല്ലേ. സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന മുഖമെന്ന് പറയുന്നത് ഈ ഫോർത്ത് എസ്റ്റേറ്റാണ്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ വിഷ്വൽ മീഡിയയും പ്രിൻ്റ് മീഡിയ, എല്ലാ മീഡിയയ്ക്കും പ്രിൻ്റ് മീഡിയ വിഷ്വൽ ചില ആളുകളൊക്കെ പറയാറുണ്ട്, തെറ്റായ കാര്യം അത്. പ്രിൻ്റ് മീഡിയയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല എന്ന് പറയാറുണ്ട്. എനിക്ക് അഭിപ്രായമില്ലല്ലോ. പ്രിൻ്റ് മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രിൻ്റ് മീഡിയ ഒന്നും വളരെ പെട്ടെന്നൊന്നും നാട്ടിൽ നിന്നും പോകുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ പ്രിൻ്റ് മീഡിയ ഒക്കെ പോയി. അങ്ങനെയൊന്നുമില്ല. പ്രിൻ്റ് മീഡിയ ഉണ്ട്, വിഷ്വൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. എത്ര പുതിയ യൂട്യൂബർമാർ രംഗത്ത് വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ. പിന്നെ ഇതാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. അങ്ങ് ആദ്യം സംസാരിച്ചപ്പോൾ പിണറായി വിജയന്റെ ഭരണ മികവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ നേരിടുന്നത്? പിണറായിനെ കുറിച്ച് പിന്നെ പിണറായിയുടെ കരിഷ്മ അത് ചെറിയൊരു കാര്യമല്ല. അതിനെ ആർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് വ്യക്തികളുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സൗന്ദര്യവും പരിപൂർണമായും ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. മാത്രമല്ല, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ ഓരോ അംഗവും ഏറ്റവും ഒരു പക്ഷേ ചെറിയ കുട്ടിക്ക് അറിയണ്ടാവില്ല. ഞങ്ങൾക്കെല്ലാം വളരെ വളരെ നിർണായകമായ സന്ദർഭത്തിൽ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ അസുഖം, എൻ്റെ ഭാര്യയുടെ അസുഖം, ഈ സന്ദർഭത്തിലെല്ലാം ഒരു കുടുംബത്തിലെ കാരണവരുടെ ഒരു റോളാണ് അദ്ദേഹം. സാന്ത്വനിപ്പിക്കാനും ചികിത്സ ലഭ്യമാക്കാനുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള, മരിക്കുന്നവരെ മറക്കാൻ കഴിയില്ല. അപ്പോൾ ജീവിതത്തിലൊരിക്കലും പിന്നെ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഒരിക്കലും പിന്നെ അങ്ങനെയൊന്നും ലഭിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ വിജയം ഭരിക്കുമോ? ഇപ്പോഴും അങ്ങ് പിണറായി വിജയനെ കുറിച്ചാണ് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മികച്ച വിജയം കരസ്ഥമാക്കുമോ? പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നല്ലോ, വമ്പിച്ച ഭൂരിപക്ഷം, വലിയ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആധികാരികമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടയാൾ അദ്ദേഹം തന്നെയാണ്, വേറെ ആളല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് തന്നെയല്ലേ പറഞ്ഞു. അങ്ങനെ ഒരു വിജയം കമ്മ്യൂണിസത്തിനാണ് എന്നുണ്ടെങ്കിൽ അതൊരു പിണറായിസമായിട്ട് മാറും. ഏത് കമ്മ്യൂണിസത്തിന്റെ ഈ ഒരു വിജയം ഉറപ്പിക്കുകയാണെങ്കിൽ അതൊരു പിണറായിസമായിട്ട് മാറും. പിണറായിസം എന്ന് പറയുന്നൊന്നുമില്ല. പിണറായിസം എന്ന് പറയുന്നൊന്നുമില്ല. പിണറായി വിജയൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ഹീസ് എ കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും യാതൊരു തർക്കമില്ല കാര്യം. പലരും പറയുന്നത് പോലെയല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അത് ആരും എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നഗരസഭ ചെയ്ത വികസന കാര്യങ്ങളും ജനങ്ങൾ കാണും. അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളുണ്ട്, ആ വിമർശനങ്ങളും ജനങ്ങൾ കാണും. അല്ല, അവർ നടത്തിയ വികസന പരിപാടികളിൽ ചില പരിപാടികളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ആര് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആര് പ്രവർത്തിച്ചത് നന്മയാണ്, നല്ലതാണ്. ആ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയിട്ട് ആ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഒരു കാര്യം, ഈ ജില്ലയിലെ
അതെല്ലാം പരിശോധിക്കപ്പെടേണ്ട ആളുകൾ അവർ പരിശോധിക്കട്ടെ. ഇത്രയും ആളുകൾ മത്സരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിന്റെ രീതിയിൽ ശശിയുടെ വിലയിരുത്തലുണ്ടാവില്ല. എവിടെ മൊത്തത്തിൽ ജില്ലയിൽ വർക്ക് ഇത്രയും വിമതരുണ്ടാവുമ്പോൾ പാർട്ടിക്കെതിരെയാണ് തിരിയുന്നത്. അപ്പോൾ ശശിയുടെ എന്തായാലും മുതിർന്ന നേതാവിന്റെ രീതി പാർട്ടിക്കകത്തുള്ള ആളുകൾ പാർട്ടിക്കെതിരായിട്ടുള്ളൊരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉന്നത നേതൃത്വത്തിനുണ്ട്. അവർ വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ പരിശോധിക്കണം. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് പരിശോധിക്കേണ്ട ആളുകൾ പരിശോധിക്കാനും ചെയ്യണം. അവരെ തള്ളി പറയൂ. ആര് മത്സരിക്കുന്നവരെ? ആര്? ശശിയേട്ടൻ. ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോഴല്ലേ ഞാൻ ഈ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഇതെല്ലാം കൂട്ടിക്കെട്ടി നിങ്ങളെൻ്റെ പേരിൽ ഇങ്ങനെ ദിവസേന ചാനലിലും ഈ പത്രങ്ങളിലും വരുന്ന PK ശശീൻ്റെ ആളുകൾ ഇത്രയാൾ മത്സരിക്കുന്നു, ഇടത്തനാട്ടുകാർ ഒരാൾ മത്സരിക്കുന്നു. നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞ് ഇടത്തനാട്ടുകാരെ മത്സരിക്കുന്നുണ്ട്, അല്ല കാരാകുറിശി കാഞ്ഞിരപ്പുഴ കാരാകുറിശി കാഞ്ഞിരപ്പുഴ മത്സരിക്കുന്നുണ്ട്. പല കോട്ടപ്പാടത്ത് 3 കോട്ടപ്പാടത്ത് 3 പേര്. ഓ 4 5 5 ശശിയുടെ പേരിൽ ഇത്രയും ആളുകൾ മത്സരിക്കുമ്പോൾ അവരോടൊന്നും വിളിച്ചിട്ട് ആരെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിക്കുന്നു? ഈ അസംതൃപ്തി അങ്ങയുടെ മുന്നണിയാണല്ലോ. ഇത്രയും അസംതൃപ്തി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് താങ്കൾ കൂടി ഒന്ന് പരിശോധിക്കാമായിരുന്നല്ലോ. CPM-ല് അതിൻ്റെ ഒന്നും ബാധ്യത എനിക്കില്ലപ്പാ. അവരോടൊന്നും നിങ്ങൾ എന്തിനാണ് നോമിനേഷൻ കൊടുത്തത് എന്നൊന്നും ചോദിക്കേണ്ട ബാധ്യത എനിക്കില്ല. അതിൻ്റെ ഒന്നും അധികാരപ്പെട്ട ആൾ ഞാനല്ല. അതെല്ലാം അധികാരപ്പെട്ട മഹാന്മാരായ ആളുകൾ അവർ ചെയ്യട്ടെ, അവർ നിർവഹിക്കട്ടെ. എങ്ങനെ മഹാന്മാരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഇതിൻ്റെ ഉന്നതന്മാരായ ആളുകളെ. ഞാൻ മഹാനല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പാർട്ടി മണ്ണാർക്കാട് വളർത്തിക്കൊണ്ടുവന്നതിൽ പിന്നെ വളരെ വളരെ ക്രൂഷ്യലായ ഏറ്റവും നിർണായകമായ ഒരു പങ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ ഞാനാണ് എന്ന് ആരുടെ മുമ്പിലും നെഞ്ചി വിരിച്ച് പറയാൻ എനിക്ക് ഇന്നലെയും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയും, നാളെയും ഞാനത് പറയും. കാരണം ഏറ്റവും ബലഹീനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു കാലമുണ്ട് അവിടെ, പലരും ജാഥങ്ങനെ പോകുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ വാതിലടച്ചൊരു കാലമുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് വേറൊരു നിലയിലേക്ക് പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നേതൃത്വപരമായൊരു പങ്ക് ആ സന്ദർഭത്തിലെല്ലാം പാർട്ടി ഉന്നത നേതൃത്വങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ടീം, ഏത് മൂവ്മെൻറ്റിനും മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എന്നും പറയുന്നത് ഒരു ടീം വേണം. നിങ്ങളൊരു ക്ലബ്ബ് എടുത്ത് വെക്കുക. ഒരു ക്ലബ്ബിന് ഒരാൾക്ക് വിചാരിച്ചാൽ കഴിയും. നാളെ നിങ്ങളൊരാൾ ക്ലബിൻ്റെ നേതാവായി, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ടീം ഉണ്ടാവണം. ആ ടീം സ്പിരിറ്റോട് കൂടി ആളുകളെ യോജിപ്പിക്കാനും അവരെ സംയോജിപ്പിക്കാനും സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ വലിയ മുന്നേറ്റം മണ്ണാർക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ മത്സരിക്കുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ വിഭാഗം മത്സരിക്കുന്നു. ആ മത്സരിക്കുന്നവർ പാർട്ടിയുടെ ശശിയേട്ടനെ അറിയില്ല, പക്ഷെ അവരൊക്കെ ശശിയേട്ടനെ വളരെ ജീവൻ തുല്യം സ്നേഹിക്കുന്നവരും ശശിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുമാണ്. ഉണ്ടാകാം. ഞാൻ പറയട്ടെ, ഒരു തവണ നിങ്ങളോട് പറഞ്ഞല്ലോ, മണ്ണാർക്കാടിൻ്റെ പൊതുജീവിതത്തിൽ പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്ന് പാലക്കാട് ജില്ലയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലയിൽ നിന്ന് എന്നെ പറിച്ചു കളയാനൊന്നും കഴിയില്ല. അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം. എന്നെ പറിച്ചു മാറ്റാനാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ ജീവിതത്തിൻ്റെ സുദീർഘമായ ഒരു വസന്തകാലമാകെ ഞാൻ പൊതു രാഷ്ട്രീയ രംഗത്ത് നിന്നയാളാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് പാതിരാത്രിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും വരെ കടുത്ത കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരോട് അറപ്പുണ്ടായിരുന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല സന്ദർഭങ്ങളിലും പിന്നെ നാട്ടിലുള്ള പല സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നൊരു വീടാണ്. ആ വീട് കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്രമായിരുന്നൊരു കാലഘട്ടത്തിൽ. അന്നാണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ SFI പ്രസ്ഥാനത്തിലൂടെ വരുന്നത്. ആ കാലം മുതൽ ഉള്ളൊരു ബന്ധം എനിക്കില്ലേ. പിന്നെ മണ്ണാർക്കാട് പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായി. മണ്ണാർക്കാട് നിങ്ങൾക്ക് പിന്നെ എന്നെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ ആളുണ്ട്. അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ ആളുകൾക്കുൾപ്പെടെ
അങ്ങനെ എന്നെ അങ്ങ് മാച്ച് കളയാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ. അതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. അതിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല. ശശിയേട്ടൻ ഉയർന്ന നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് പാർട്ടി വളർത്തിയെന്നത്. ഇപ്പോൾ ആ പിന്തുണ ഇല്ലേ ചുമതല നിർവഹിക്കുന്നില്ല. ഒരു മുതിർന്ന നേതാവ് ഇപ്പം ഞാനൊരു പാർട്ടി അംഗത്തിൻ്റെ ചുമതലയിലേ നിർവഹിക്കുന്നത്. ഒരു പാർട്ടി അംഗത്തിൻ്റെ ചുമതല എന്താണോ അതല്ലേ നിർവഹിക്കേണ്ടത്. അങ്ങനെയല്ലേ ബന്ധങ്ങളുടെ ബന്ധങ്ങളൊക്കെ നല്ല. പുതുതലമുറ അങ്ങോട്ട് നീതി കാണിച്ചില്ല, അങ്ങ് അംഗീകരിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? പുതിയ തലമുറ എന്നെ അംഗീകരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. സഹായിച്ചവർ പുതിയ തലമുറയിലെ നല്ല 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 പൊട്ടൻഷ്യൽ യൂത്ത് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ യൂത്തിനെ ആയുസ്സിലൊരിക്കലും ഞാൻ തള്ളിക്കളയില്ല. ആ പൊട്ടൻഷ്യൽ യൂത്ത് എന്നെയും തള്ളിക്കളയില്ല. പൊട്ടൻഷ്യൽ യൂത്ത്, നല്ല ക്വാളിറ്റിയുള്ള യൂത്ത് ഞാൻ എടുത്തു പറയുന്നു. ക്വാളിറ്റി ഉള്ള യൂത്ത് ഏതാണ്, ക്വാളിറ്റി ഇല്ലാത്ത യൂത്ത് ഏതാണ്? അവരാണോ ഇപ്പൊ അസംതൃപ്ത വിഭാഗം? and you decide. അവരാണോ ഇപ്പൊ അസംതൃപ്തർ എന്ന? അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. സഹായിച്ചവർ പിറകെ നോക്കി. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ സാധാരണക്കാരെ പോലെയല്ല. സാധാരണ ആളുകൾക്ക് 2 കണ്ണേ ഉള്ളൂ, നിങ്ങൾക്ക് 4 കണ്ണുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാം വെറുതെ ഗോസിപ്പുകൾ ഉണ്ടാക്കില്ലേ, നിങ്ങൾ വെറുതെ കഥകൾ ഉണ്ടാക്കില്ലേ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. നമുക്കതൊക്കെ ഇത് ഇപ്പം ഞാൻ പിന്നെ നിങ്ങളിപ്പോൾ ആ വക ചോദ്യങ്ങളൊന്നും അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലേ. ഞാൻ ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കില്ലേ. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുകയാണല്ലോ. ഞാൻ നാളെക്കുറിച്ച് പറഞ്ഞില്ല. നാളെക്കുറിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നാളെക്കുറിച്ച് നാളെ ഞാനും നിങ്ങളുമൊക്കെ പിന്നെ ഈ നാട്ടിലുണ്ടാകുമോ അതോ നാളെ ഹിമാലയത്തിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പിന്നെ ഇപ്പം നിങ്ങൾ എങ്ങനെ പറയുന്നത്?